നമുക്ക് ഫൈനലൊക്കെ എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 25 രൂപ ചെയ്യാം. 25 റുപ്യക്ക് വെറും 25,000 റുപ്യക്ക് ഫൈനലൊക്കെ എത്ര കൊടുക്കാം? ലാസ്റ്റ് നമുക്ക് 5.5 ലാസ്റ്റ് കൊടുക്കാം. 5.5 കൊടുക്കാം. ബ്രോ നമുക്ക് ഫൈനലൊക്കെ എത്ര കൊടുക്കാം? ലാസ്റ്റ് നമുക്ക് 1.20 ചെയ്യാം. 1.20. ഹൈ ഫ്രണ്ട്സ്, റെനീസ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും. ഞാൻ എന്നുള്ളത് M3 യൂസർ കാർസിലാണുള്ളത്. അത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വെന്നൂരുള്ള കപ്രാട് എന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമ്മളെ സാധാരണക്കാർക്ക് പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ എന്നാ വീഡിയോയിലേക്ക് പോകാം. അത് ഞാൻ ബ്രോ, എന്തൊക്കെ സുഖല്ലേ? റാത്തല്ലേ? അപ്പൊ നമ്മളെ റെനീസ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് വണ്ടി അപ്പൊ നാനോ, ഇതെങ്ങനെ മോഡൽ വരുന്നേ? 2013 മോഡൽ. 2013 മോഡൽ. റീപ്ലേസ്മെന്റ് എന്തെയ്യണ്ട? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്രാമത്തെ ഓണറാ? തേർഡ് പാർട്ടി, തേർഡ് മോഡൽ, മൂന്നാമത്തെ ഓണറാണ്. എത്ര കിലോമീറ്റർ അടി പറയാൻ പറ്റും? 80,000 കിലോമീറ്റർ. അത് ജെന്യൂൻ ആണോ? ജെന്യൂൻ അല്ലേ? റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഓക്കെ, ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ? ഇത് 2 ഡോർ പവർ വിൻഡോ വരുമോ? പവർ വിൻഡോ 2 ഡോർ ഉണ്ട്. 2 ഡോർ പവർ വിൻഡോ വരും. AC വരൂല്ലേ? പവർ സ്റ്റാറിംഗ് ഉണ്ടാവില്ല? LX ആണ് വേരിയന്റ്. ഡിക്ക് ഓപ്പൺ അല്ലല്ലോ? ഡിക്കി ഓപ്പൺ അല്ല. ബ്രോ നമുക്കിത് ഫൈനലൊക്കെ എത്ര കൊടുക്കാം? ഇത് ലാസ്റ്റ് നമുക്ക് ഒരു 70 രൂപയ്ക്ക് ചെയ്യാം. 70 രൂപയ്ക്ക്. അതിലെന്തെങ്കിലും ചെറുതായിട്ട് കുറയ്ക്കോ? എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ലോൺ കയറും എന്തെങ്കിലും? ലോൺ ഇതില് നാനോല് കയറൂലല്ലേ? സീറ്റ് ലോൺ അങ്ങനത്തെ കാര്യങ്ങൾ? സീറ്റ് ലോൺ കയറും. ബാങ്ക് ലോൺ കയറില്ല. സീറ്റ് ലോൺ ഏകദേശം എത്ര കയറും? സീറ്റ് ലോൺ നമുക്കൊരു 50 രൂപ, 10-20 രൂപ വണ്ടി ഇറക്കാം. ഓക്കെ, നല്ല ട്രാക്ക് 14 മോഡൽ. 2014 മോഡൽ. പിന്നെ എത്ര കിലോമീറ്റർ ഓടിക്കണേ? ഇത് 95 കിലോമീറ്റർ ആണ് ഓടി. 95,000 ഓടിക്കണേ. എത്രാമത്തെ ഓണറാ? സെക്കൻഡ് ഓണർ ആണ്. LXi ആണ്. LXi വരും. അപ്പൊ AC പവർ സ്റ്റാറിംഗ് വരും. റീപ്ലേസ്മെന്റ് എന്തിനാ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഈ 95,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ അല്ലേ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഗ്യാരണ്ടി കൊടുക്കും കസ്റ്റമർക്ക്. ഓക്കെ, ഇന്റീരിയൽ വരുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ സീറ്റ് കവറും കാര്യമില്ല, സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ 2 ഡോർ പവർ വിൻഡോ AC മ്യൂസിക് സിസ്റ്റം ഉണ്ട് അല്ലേ? നമുക്ക് ഫൈനലൊക്കെ എത്ര കൊടുക്കാൻ വേണ്ടി? ഇത് നമുക്കൊരു 1.95 രൂപയ്ക്ക് 1.95 ലാസ്റ്റ് ചെയ്യാം. അതിലെന്തെങ്കിലും കുറയോ? എന്തെങ്കിലും ചില്ലറ നെഗോഷിയേറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ ഇതില് എത്ര ഫിനാൻസ് വരും? ഇതിൽ ഫിനാൻസ് ഒരു 50 രൂപ ഫസ്റ്റ് ഇട്ടാല് ബാക്കി നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് ആയിട്ട് 50 രൂപ ബാക്കി ഫിനാൻസ് ചെയ്യാൻ പറ്റില്ലേ? അടുത്തൊരു ഷവർലെറ്റിന്റെ ബീറ്റ്. ഇത് എങ്ങനെ മോഡൽ വരുന്നത്? ഇത് 2012 മോഡലാണ്. 2012 മോഡൽ. ഡീസൽ ആണ് വേരിയന്റ്. ഡീസൽ വേരിയന്റ്. അത്യാവശ്യം എത്ര മൈലേജ് കിട്ടും? ഏകദേശം ഒരു 18-19 എന്തായാലും മൈലേജ് കിട്ടും. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു അപാകതയും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഒരു 55 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. 85,000. അത് ജെന്യൂൻ ആണ്. ഓക്കെ, എത്രാമത്തെ ഓണർ? അത് ഓണർഷിപ്പ് 5th ആണ് വരുന്നത്. 5ാമത്തെ ഓണർ. ഓണർഷിപ്പ് കുറച്ച് കൂടുതലാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അലയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അലോയ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 ഡോർ പവർ വിൻഡോ വരും. 4 ഡോർ പവർ വിൻഡോ AC ഒക്കെ വരും. ഫുൾ ഓപ്ഷൻ ആണ്. സീറ്റ് കവറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റം ഉണ്ട് അതില്. മ്യൂസിക് 95 രൂപ കൊടുക്കുക. അതിലെന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്യാം. ലോൺ എന്തെങ്കിലും കയറുമോ? ലോൺ ഇതിൽ കയറൂലല്ലേ? സീറ്റ് ലോൺ ഒക്കെ കയറുമോ? സീറ്റ് ലോൺ കയറായില്ല. എത്ര കയറും ഏകദേശം? സീറ്റ് ലോൺ നമുക്കൊരു 50 രൂപ കയറും. 50 രൂപ കയറൂല. വീണ്ടും അൾട്ടോ 800. എങ്ങനെ മോഡൽ വരുന്നത്? ഇത് 2015 മോഡലാണ്. 2015 മോഡൽ. VXi ആണ്. VXi. അപ്പൊ ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ ആണ്. ഇതില് സെൻട്രൽ ലോക്ക് കാര്യങ്ങൾ ഒക്കെ വരുന്നത്. മ്യൂസിക് സിസ്റ്റം കമ്പനി മ്യൂസിക് സിസ്റ്റം വരും. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടി പറയാൻ? ഇത് 75 കിലോമീറ്റർ ഓടി. 75,000. അത് ജെന്യൂൻ ആണ്. അപ്പൊ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്രാമത്തെ ഓണർ അത്? ഇത് സിംഗിൾ ഓണർ അല്ലേ? ആകെ ഒരാൾ യൂസ് ചെയ്യുള്ളൂ. നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ വേണ്ടി അല്ലേ? ടയറും കാര്യം ഒരു 80% മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയൽ വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരും. 2 ഡോർ പവർ വിൻഡോ വരും അല്ലേ? 2 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റാറിംഗ്, സെൻട്രൽ ലോക്ക്. ഫൈനൽ എത്ര കൊടുക്കാം? ഇത് ഫൈനൽ നമുക്ക് 2.20 ചെയ്യാം. 2.20. അതിൽ എന്താ നെഗോഷിയേറ്റ് ചെയ്തൂടെ? നെഗോഷിയേറ്റ് ചില്ലറ എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ വീഡിയോ വന്ന് കണ്ട ആൾക്കാർക്കാണെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ എത്ര ലോൺ കയറിയില്ലേ? ഇതിൽ ഒരു 50 രൂപ നമുക്ക് ഡൗൺ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കി നമുക്ക് ഫിനാൻസ് ചെയ്യാം. ഒരു 50 രൂപ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ അൾട്ടോ 800 കൊണ്ടുപോകാം. നല്ല ട്രാക്കുള്ള കസ്റ്റമർ. മാരുതിന്റെ എസ്റ്റാർ. എങ്ങനെ മോഡൽ വരുന്നേ?
ഇത് 2009 മോഡലാണ്. 2009. അപ്പൊ 2029 ഒരു പേപ്പർ ഉണ്ടോ? 29 പേപ്പർ ഉണ്ട്. പുതിയ പേപ്പർ 29 പേപ്പറിൽ ടാക്സി ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. എല്ലാം ക്ലിയർ ആണ്. ഇത് എത്രാമത്തെ ഓണറാ? ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? പിന്നെ എത്ര കിലോമീറ്റർ ഓടി? 90 കിലോമീറ്റർ ഓടി. 90,000 ഓടി. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം കസ്റ്റമർക്ക്. സെൻട്രൽ ലോക്ക് സെൻട്രൽ ലോക്ക് വരും. അപ്പൊ ഇതേതാ ഓപ്ഷൻ? ഏതാ? ZXi ഫുൾ ഓപ്ഷൻ ആണ്. ഓക്കെ. 4 പവർ വിൻഡോ ഉണ്ട്. 4 ഡോർ പവർ വിൻഡോ വരും അല്ലേ? ABS വരുമോ? ABS വരില്ലല്ലേ? ഇന്ത്യയിലേക്ക് വരുമ്പോൾ 2009 അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരും. ബ്രോ നമുക്കിത് ഫൈനലൊക്കെ എത്ര കൊടുക്കാം? ലാസ്റ്റ് നമുക്ക് 120 ചെയ്യാം. 120. അതിലെന്തെങ്കിലും നെഗോഷ്യബിൾ ഉണ്ടാവും? എന്തായാലും നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ലോൺ എന്തെങ്കിലും കയറുമോ? ലോൺ ഇല്ല. ചെയ്യാനല്ല. 2012 ശേഷം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അടുത്തൊരു അൾട്ടോ. ഇതെങ്ങനെ മോഡൽ തന്നെ? ഇത് 2008 മോഡലാണ്. 2008 മോഡൽ. അപ്പൊ 2028 വരെ പേപ്പർ ഉണ്ടാവും. പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. LX ആണ് വേരിയന്റ്. LX ആണ്. അപ്പൊ സ്റ്റാൻഡേർഡ്. അപ്പൊ AC വർക്കിംഗ് അല്ല ഇതുവരെ. കംപ്ലൈന്റ് ഉണ്ടോ? കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് ഗ്യാസിന്റെ പ്രശ്നമല്ല. ഗ്യാസ് അപ്പൊ അത് സ്റ്റാൻഡേർഡ് വണ്ടി. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. എത്രാമത്തെ ഓണറാ? ഇത് ഓണർഷിപ്പ് 5th ആണ്. 5th ഓണർഷിപ്പ് കുറച്ച് കൂടുതലാണ്. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. 95 കിലോമീറ്റർ ഓടി. 95,000 കിലോമീറ്റർ ഓടിക്കുന്നില്ലേ? ഒരു പഠിക്കുന്നവർക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാലോ വണ്ടി. ഒരു 800 സാധനത്ത് നമുക്ക് ഒരു അൾട്ടോ അല്ലേ? അത്യാവശ്യം നല്ല വണ്ടി അല്ലേ? ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പവർ സ്റ്റിയറിംഗ് വരാത്ത മോഡൽ അല്ലേ? ഉണ്ടാവില്ലല്ലോ. പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല. ഇത് LX അല്ലേ? നമുക്ക് ഫൈനലൊക്കെ എത്ര കൊടുക്കാം? ഇത് ഫൈനൽ നമുക്ക് 90 രൂപയ്ക്ക് ചെയ്യാം. 90 രൂപ. എന്തെങ്കിലും കുറച്ച് കൊടുക്കാൻ പറ്റുമോ? എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്യാം. ചില്ലറ എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്യാം. 2013 മോഡൽ. 2013 മോഡൽ. ഇത് പെട്രോൾ ഡീസലാ? ഇത് ഡീസൽ വണ്ടിയില്ല. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? എത്രാമത്തെ ഓണർ? അത് 4th ഓണർ അല്ലേ? 4th ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 85,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 85,000 ആകെ ഓടിയിട്ടുള്ളൂ. 2013 മോഡലാണ്. അത് ജെന്യൂൻ ആണ്. 2013. വേറെ റീപ്ലേസ്മെന്റ് അല്ല, നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ടയറും കാര്യങ്ങളും ഒരു 80% മുകളിൽ ടയറും കാര്യങ്ങളും വരുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻ ഉണ്ട്. ഇതിൽ ബ്രൗൺ കളർ ഇത് സ്പെഷ്യൽ എഡിഷനാ? അത് അതിൽ വരുന്നതാണ്. കമ്പനി വരുന്നത് അല്ലേ? ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഇത് ലാസ്റ്റ് ഒരു 3 രൂപയ്ക്ക് നമുക്ക് ചെയ്യാം. 3 രൂപയ്ക്ക്. അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ഇതിപ്പോ എത്ര ലോൺ കയറും നമുക്ക്? ഇത് ഒരു 3 രൂപ 2 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. 2 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ നല്ല ട്രാക്കിലാണെങ്കിൽ ഒന്നും കൂടി കുറച്ചും കൂടി കയറില്ലേ? അടുത്തൊരു നാനോ. ഇതെങ്ങനെയാ മോഡൽ വരുന്നത്? 2011 മോഡൽ. 2011 മോഡൽ. അപ്പോൾ ഒരു കൊല്ലം കൂടി പേപ്പർ ഉണ്ടാവും. റീപ്ലേസ്മെന്റ് എന്താ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 2026 ആണ് ഇതിന്റെ റിന്യൂവൽ വരിക. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അത് ഗ്യാരണ്ടി കൊടുക്കുക. എത്രാമത്തെ ഓണർ ആണ്? ഓണർഷിപ്പ് 6th. 6ാമത്തെ. കുറച്ച് ഓണർഷിപ്പ് കുറച്ച് കൂടി. ഇത് കിലോമീറ്റർ എന്തെങ്കിലും പറയാൻ പറ്റുമോ? കിലോമീറ്റർ ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് കസ്റ്റമർ ഒന്ന് ചെക്ക് ചെയ്തോളാം. റീപ്ലേസ്മെന്റ് കാര്യമില്ല, നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. പുതിയ ബാറ്ററിയാണ്. എല്ലാ കാര്യങ്ങളും പുതിയ ബാറ്ററി ചെയ്തിട്ടില്ലേ? പുതിയ ബാറ്ററി ചെയ്തു. ഓക്കെ. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ഒരു 2011 ഒരു ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഫൈനലൊക്കെ എത്ര കൊടുക്കാം? ഇത് നമുക്ക് 25 രൂപ ചെയ്യാം. 25 രൂപയ്ക്ക്? വെറും 25,000 രൂപയ്ക്ക് ഒരു മറ്റേ ഒരു ചെറിയൊരു ബൈക്കിന്റെ വിലക്ക് നമുക്ക് ഒരു നാനോ കൊടുക്കാം. മഴ ഉള്ളാതെ നമുക്ക് ഒരു ചെറിയൊരു ഫാമിലിക്ക് കൊണ്ടുപോകാം. ഡ്രൈവിംഗ് പഠിക്കാനുള്ളത് എല്ലാത്തിനും നമുക്ക് ഒരു നാനോ യൂസ് ചെയ്യാം. ഒരു AC ഉണ്ട് ഇതിന്? ഇപ്പൊ വർക്കിംഗ് അല്ല. അതിൽ ഗ്യാസിന്റെ പ്രശ്നം ചെയ്താല് വർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഒന്നുമില്ല, ഗ്യാസിന്റെ പ്രശ്നം മാത്രമേ. ഗ്യാസിന് ഓക്കെ. നമുക്ക് ഫൈനലൊക്കെ എത്ര പറഞ്ഞേ? 25 രൂപ കൊടുക്കാം. മാക്സിമം അല്ല, അതിലെന്തെങ്കിലും കുറയോ? അതിലൊന്നും പറയാനില്ല. 25 രൂപ കൊടുക്കാം. ഓക്കെ. അടുത്തൊരു ആൾട്ടോ 800 2014 മോഡൽ. LXi വേരിയന്റ്. റീപ്ലേസ്മെന്റ് എന്താ? റീപ്ലേസ്മെന്റ് ഇതിന് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ആണ്. ഓക്കെ. വേറെ തട്ടുമുട്ടൊന്നുമില്ല. ഗ്ലാസ് റീപ്ലേസ്മെന്റ് ആണ്. പിന്നെ എത്രാമത്തെ ഓണർ ആണ്? ഓണർഷിപ്പ് 4th ആണ് വരുന്നത്. 4th ഓണർ അല്ലേ? 145 ഓടിക്കണം. 145. അത്യാവശ്യം കുറച്ച് ഓടിക്കണം. ഓക്കെ. വേറെ എഞ്ചിൻ പരമായിട്ട് കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെയൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ആയിട്ട് ഗ്ലാസ് മാത്രമേ ഉള്ളൂ അല്ലേ? നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഓക്കെ. ടയറും കാര്യം ഒരു 70-80% മുകളിൽ ടയറും കാര്യമുണ്ട്.
ഇന്ത്യയിൽ കയറുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട്, AC പവർ സ്റ്റാറിങ്, 2 ഡോർ പവർ വിൻഡോ വരും. LX അല്ലേ വരുന്നത്? LX നമുക്ക് ഫൈനൽ എത്ര കൊടുക്കാം? ഇത് ഒരു 170 നമുക്ക് ചെയ്യാം. 170 ചെയ്യാം. അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കും? എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്യാം. ഇത് എത്ര ഫിനാൻസ് വരും? ഇത് ഫിനാൻസ് നമുക്ക് വേണമെങ്കിൽ ഒരു 120 ആ ഇതിലേക്ക് ആ റേഞ്ചിൽ ഒരു 10-50 റുപ്യ വണ്ടി ഇറക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ അടുത്തൊരു അൾട്ടോ, ഇതെങ്ങനെ മോഡൽ വരുന്നത്? 2012 മോഡൽ. 2012 LXI മോഡൽ. അപ്പോൾ AC പവർ സ്റ്റാറിംഗ് റീപ്ലേസ്മെന്റ് എന്താ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്രാമത്തെ ഓണറാ? ഇത് ഓണർഷിപ്പ് തേർഡ് ആണ്. എത്ര കിലോമീറ്റർ? 95 കിലോമീറ്റർ. 95,000 കിലോമീറ്റർ. വേറെ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഗ്യാരണ്ടി കൊടുക്കാം. ഓക്കെ. ടയറും കാര്യവും ഒരു 70-80% മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, AC പവർ സ്റ്റാറിംഗ് ഒക്കെ വരും. അപ്പോൾ നമുക്ക് ഫൈനലൊക്കെ എത്ര കൊടുക്കാം? ഇത് ലാസ്റ്റ് ഒരു 140 നമുക്ക് ചെയ്യാം. 140. അതിലെന്തെങ്കിലും കുറയോ? എന്തെങ്കിലും ചില്ലറ നെഗോഷിയേറ്റ് ചെയ്യാം. ഓക്കെ. ഇതിലിപ്പോൾ എത്ര ഫിനാൻസ് വരും? ഇത് ഫിനാൻസ് ഒരു ₹1 എന്തായാലും കയറും. ₹50 ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ്. അടുത്തൊരു ഇയോണ്, ഇതെങ്ങനെ മോഡൽ വരുന്നത്? ഇയോണ് മാഗ്ന പ്ലസ് ആണ്. മാഗ്ന പ്ലസ്. അപ്പോൾ AC 2 ഡോർ പവർ വിൻഡോ. മ്യൂസിക് സിസ്റ്റം വരില്ലല്ലോ? മ്യൂസിക് സിസ്റ്റം ഉണ്ട്, വർക്കിംഗ് ആണല്ലേ? പിന്നെ എത്രാമത്തെ ഓണർ അത്? ഇത് ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർ അല്ലേ? 45,000 കിലോമീറ്റർ ഓടിക്കുന്നത്. 45,000 ഓടി. വെറും 45,000 റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും നമുക്ക് ഗ്യാരണ്ടി കസ്റ്റമർ കൊടുക്കും. അത്രയും ക്വാളിറ്റിയുള്ള വണ്ടി അല്ലേ? ടയറും കാര്യം ഒരു 80% മുകളിൽ ടയറും കാര്യങ്ങളുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റം ടച്ച് സ്ക്രീനൊക്കെ വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാറിംഗ് വരും. ബ്രോ നമുക്ക് ഫൈനലൊക്കെ എത്ര കൊടുക്കാം? ഇത് ലാസ്റ്റ് നമുക്ക് 230 ചെയ്യാൻ പറ്റും. 230. അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കും? എന്തെങ്കിലും എത്ര മോഡൽ എത്ര പറഞ്ഞത്? 2015-16 രജിസ്ട്രേഷൻ. 16 രജിസ്ട്രേഷൻ. 15 മോഡലാണ്. 15 രജിസ്ട്രേഷൻ. 15 മോഡൽ, 16 രജിസ്ട്രേഷൻ. പിന്നെ നമുക്ക് എത്ര ലോൺ ഫിനാൻസ് എത്ര വരും? ഇത് നമുക്ക് ഒരു ₹50 ഡൗൺ പേയ്മെന്റ് ചെയ്താൽ ബാക്കി നമുക്ക് ഫിനാൻസ് ചെയ്യാം. കളർ വാഗ്നർ പഴയ മോഡൽ. ഇതെങ്ങനെ മോഡൽ? ഇത് 2008 മോഡലാണ്. 2008. അപ്പൊ 2028 വരെ പേപ്പർ. 28 വരെ ഇൻഷുറൻസ്, ടാക്സ് എല്ലാം ഉണ്ടാവും. കിലോമീറ്റർ 95,000 കിലോമീറ്റർ. 95,000. അതിൽ ജെന്യൂൻ ആണത്? റീപ്ലേസ്മെന്റ് തന്നെ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഗ്യാസ് വർക്കിംഗ് അല്ല ഇതുവരെ. ഗ്യാസിന്റെ തീർന്നാണ്. നമുക്ക് ഗ്യാസ് കൊടുത്താൽ ശരിയാവും, തണുപ്പ് വരൂല്ലേ? ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ടയറും കാര്യം ഒരു 70-80% മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റാറിംഗ് മാത്രമേ വരുള്ളൂ. AC പവർ സ്റ്റാറിംഗ്. പവർ വിൻഡോ വരില്ല അല്ലേ? പവർ വിൻഡോ ഇല്ല. ഈ വാഗ്നർ ഫൈനൽ എത്ര കൊടുക്കാം? ലാസ്റ്റ് നമുക്ക് ₹100 ചെയ്യാം. ₹100 കൊടുക്കാം. അതിലെന്തെങ്കിലും നെഗോഷ്യബിൾ ഉണ്ടാവോ? എന്തെങ്കിലും ചില്ലറ നെഗോഷിയേറ്റ് ചെയ്യാന്നല്ലാണ്ട് വല്ലാതെ ചെയ്യാൻ പറ്റില്ല. ഒരു ₹1,00,000 നമുക്ക് വണ്ടി ലാസ്റ്റ് ₹1,00,000 കസ്റ്റമർ വരുന്നതനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ബ്രോ അടുത്തൊരു ബലേനോ, ഇതെങ്ങനെ മോഡൽ വരുന്നത്? ബലേനോ ഇത് ഫുൾ ഓപ്ഷൻ ആണ്, ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളുള്ളതാണ്. ഓക്കെ. ഇത് 2017 മോഡലാണ്. 2017 മോഡൽ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ജെന്യൂൻ ആയിട്ട് കൊടുക്കാം. എത്ര കിലോമീറ്റർ ഓടി വരാൻ? ഇത് എത്ര 120 ആ റേഞ്ച് ഓടി. ഇത് ഡീസലാ പെട്രോളാ? ഇത് പെട്രോൾ വണ്ടി. അപ്പോൾ ഒരു മൈലേജ് എത്ര ഏകദേശം ഉണ്ടാവും? മൈലേജ് നമുക്കൊരു 16-17 ആ റേഞ്ചിലേക്ക് വരൂല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല, ഗ്യാരണ്ടി കൊടുക്കുക കസ്റ്റമർക്ക്. ഗ്യാരണ്ടി കൊടുക്കും. ഓക്കെ. അലയും കാര്യങ്ങളൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് അലയും ചെയ്താണ്. കുറച്ച് പ്രൊജക്ട് ആയിട്ട് നിൽക്കുന്ന അലയും കാര്യങ്ങളൊക്കെ വരുന്നില്ല. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. ഒരു 80% മുകളിൽ ടയറുണ്ട്. ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാറിംഗ്, ബട്ടർ സ്റ്റാർട്ട് ഒക്കെ വരുന്ന വണ്ടിയാണ്. ബ്രോ നമുക്ക് ഫൈനലൊക്കെ എത്ര കൊടുക്കുക വണ്ടി? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 5:45 നമുക്ക് ലാസ്റ്റ് ചെയ്യാം. 5:45. അതിലെന്തെങ്കിലും കുറയോ? എന്തെങ്കിലും വിസിറ്റ് ചെയ്യാം. ഓക്കെ. ഇതിന് എത്ര ഫിനാൻസ് വരും? ഇതിന് ഫിനാൻസ് നമുക്കൊരു ₹3 റേഞ്ചിലൊക്കെ. 3 ആ റേഞ്ചിൽ. അല്ല ട്രാക്ക് കസ്റ്റമർക്ക് ട്രാക്കിലാണെങ്കിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല. അടുത്തൊരു പോളോ, നീല കളർ പോളോ. ഇതെങ്ങനെ മോഡൽ വരുന്നത്? 2015 മോഡൽ. 2015 മോഡൽ. TDI ഡീസലാണ്. നല്ല മൈലേജും ഉണ്ടാവും. പവറും ഉണ്ടാവും. പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി കസ്റ്റമർക്ക് കൊടുക്കാം. ഓക്കെ. ഇത് എത്ര കിലോമീറ്റർ ഓടി വരാൻ? ഇത് 120 ഓടിക്കില്ല. അത് ജെന്യൂൻ അല്ലേ? എത്രാമത്തെ ഓണറാ ഇത്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ അല്ലേ? റീപ്ലേസ്മെന്റും കാര്യമില്ല, നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. അലയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കമ്പനി അലയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാറിംഗ്, ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ. ഫൈനലൊക്കെ എത്ര കൊടുക്കാം? ലാസ്റ്റ് നമുക്ക് ഒരു 5:30 ലാസ്റ്റ് കൊടുക്കാം. 5:30 കൊടുക്കാം. അതിലെത്ര ഫിനാൻസ് കയറും?
ഫിനാൻസ് ഇതില് ഒരു നല്ലൊരു പാർട്ടി ആണെങ്കിൽ നമുക്കൊരു 4 റുപ്യ ആ റേഞ്ചിൽ കയറും. നല്ല ട്രാക്കുള്ള കസ്റ്റമർക്ക് അതിൽ കൂടുതൽ വീഴും. 2011 മോഡൽ 2011 മോഡൽ. റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണല്ലേ? പിന്നെ എത്ര കിലോമീറ്റർ ഓടി വരാൻ പറ്റോ? ഇത് കിലോമീറ്റർ 72 ഇതിൽ കാണിക്കുന്നുണ്ട്. ആവാൻ ചാൻസ് ഇല്ലല്ലേ? പിന്നെ എത്രാമത്തെ ഓണറാണ് ഇപ്പോ? തേർഡ് ഓണർ. വേറെ റീപ്ലേസ്മെന്റ് കാര്യമില്ല. ഈ മെയിൻ ക്ലാസ് അല്ലാതെ വേറെ റീപ്ലേസ്മെന്റ് മുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ജെനുവിനായിട്ട് കൊടുക്കാം. ജെനുവിനായിട്ട് കൊടുക്കാം. ഓക്കെ, ജി ആണ് മോഡൽ വരുന്നില്ലേ? ഇത് ഡീസൽ വണ്ടി അല്ലേ? പെട്രോൾ ആണല്ലേ? പിന്നെ ടയറും കാര്യം ഒരു 80% മുകളിൽ ടയറും കാര്യമുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റാറിംഗ് ഒക്കെ വരും. സെൻട്രൽ ലോക്ക് വരുമോ? സെൻട്രൽ ലോക്ക്. ഇത് ഫൈനലൊക്കെ എത്ര കൊടുക്കാം? ലാസ്റ്റ് നമുക്ക് 270 നമുക്ക് ചെയ്യാൻ പറ്റും. 270. ഇതിപ്പോ നമ്പർ ആയത് വണ്ടിയല്ലേ? 270 ലാസ്റ്റ് ചെയ്യാം. അതിന് അതിലെന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും? എന്തെങ്കിലുമൊക്കെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിൽ എത്ര ലോൺ കയറും നമുക്ക്? ഇത് ലോണ് നമുക്ക് ഒരു 2 റുപ്യക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഒരു 70 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. നല്ല ട്രാക്കിലാണെങ്കിൽ 70 റുപ്യക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ബ്രോ, നമ്മളെ ഈ വണ്ടിന്റെ ഷോപ്പിന്റെ ലൊക്കേഷൻ വെന്നൂര് താന്നൂർ റോഡ് കപ്രാട് എന്ന് പറയും. കപ്രാട് ഇത് കപ്രാട് പറഞ്ഞ സ്ഥലത്ത്. വെന്നൂര് എത്ര കിലോമീറ്റർ ഉണ്ട്? ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ അല്ലേ? പിന്നെ നമ്മളിപ്പോ പരപ്പനങ്ങാടി ഭാഗത്തുനിന്ന് വരികയാണ്. ഇപ്പൊ എങ്ങനെ ലൊക്കേഷൻ വരിക? പരപ്പനങ്ങാടി വരികയാണ് താന്നൂരിന്ന് നേരെ വെന്നൂർ റോഡ് തെയ്യാല വെന്നൂർ റോഡ് കപ്രാട് പറഞ്ഞ സ്ഥലത്ത്. ഓക്കെ. പിന്നെ അപ്പൊ മറ്റേ നമ്മളെ ഇവിടെ ഇവിടുന്നൊക്കെ വരില്ലേ നമ്മളെ കോഴിക്കോട് റോഡ് വരികയാണെങ്കിൽ ഹൈവേ NH കൂടി വന്നിട്ട് അവിടുന്ന് കക്കാട് കഴിഞ്ഞിട്ടാണ് വെന്നൂരിന്ന് റൈറ്റ് സൈഡിലാണ് ഈ താന്നൂർ റോഡ്. അതിന് നേരെ 1 കിലോമീറ്റർ വന്നാൽ കപ്രാട്. പിന്നെ ഇപ്പൊ കസ്റ്റമർ ഇപ്പോ നമ്മളെ വണ്ടിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടേ വാട്സപ്പിലൊക്കെ ഫോട്ടോസ് ഒക്കെ ചോദിച്ചിട്ടാണ് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ഫുൾ ഡീറ്റെയിൽസ് ഏത് വണ്ടിയാണ് നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.